അസ്സലാമലൈക്കും മുത്തുമണികളെ. നമ്മുടെ വിരുന്നുകാർ ചോറ് തന്നെയാണ്. ഇതവിടെ പൊടിക്കാക്കൊരു നീന്നുണ്ട്. ചോറ് കൊടുന്ന് വെച്ചിട്ടില്ലേ നിങ്ങൾ ചോദിക്കേണ്ട. അവിടെ ഉണ്ട് കുപ്പി, അവിടെ ഇട്ടിട്ട് ഇതെല്ലാം ഉണ്ട്. ആൾക്കാരനെ കാണാൻ നിങ്ങൾക്ക് ഇതാ താടി വല്ലിപ്പ എന്ത് ഇതാണ് കാക്കുവിൻ്റെ അനിയൻ. പേര് കല, അബ്ദുൽ കലാം. പിന്നെ ഇത് അസനിക്ക, മൂത്തയിക്ക അസനിക്ക. പിന്നെ എന്താ അറിയാലോ, ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ കൽബിൻ്റെ കനിയായിട്ടിരിക്കുന്ന പാട്ട് കണ്ടില്ലേ, മുസൈബ ഈ താത്ത. പിന്നെ ഇത് പൊടിക്കാക്ക് മൂലയിൽ കൂടിക്കണു. പൊടിക്കാക്കുവിൻ്റെ തലയുടെ ഭാഗം മാത്രമേ, പ്ലേറ്റ് മാത്രമേ കാട്ടണുള്ളൂ. ഷർട്ട് ഇട്ടിട്ടില്ല. അപ്പോൾ വൈകുന്നേരത്ത് ഇവർ പോവും. 8:30 ഇൻഷാ അല്ലാഹ് ഒരു യാത്രയാവും. അത് കഴിഞ്ഞ് നാളെ ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും. നാളെ നേരം വെളുത്ത ഇൻഷാ അല്ലാഹ് ജീവനോടുണ്ടെങ്കിൽ നമ്മളെ വീഡിയോസും ഇതൊക്കെ ഇങ്ങനെ വന്നു. അതന്നെ, അനിയൻ അധ്വാനിക്കാൻ പോകും. അതായത് അസങ്കാക്കാൻ്റെ അനിയൻ അധ്വാനിക്കാൻ പോകും. ഞാനിവിടെ വീഡിയോസ് ഇട്ടും കൊണ്ട് കുത്തിരിക്കും. അപ്പോൾ കാണാനുള്ള മുത്തുമണികളൊക്കെ ഒരുപാട്. ഇന്ന കളിയൊക്കെ കേട്ടോ എന്തൊക്കെയാ പറഞ്ഞിട്ട്. അപ്പോൾ എന്തിന് അത് നിസ്കരിക്കാൻ വേണം പിള്ളേർക്ക്. ഒരു മൂടല് മാതിരി അല്ലേ മക്കളെ, ഒരു മൂടല് മാതിരി ഉണ്ട് അല്ലേ. പോല് കഴിക്കട്ടെ. അപ്പോൾ നിങ്ങൾക്ക് ഇനി വിരുന്നേരെ കണ്ടില്ല എന്നൊന്നും പറയരുതിട്ടില്ലേ. ഒരു 8:30 രാത്രി 8:30 പോകും. അപ്പോൾ നമ്മളെ രാജാറാണി എക്സ്പ്രസ് ഉണ്ടല്ലോ, എക്സ്പ്രസ്സാ ആ വണ്ടി തിരുവനന്തപുരത്ത് നാളെ രാവിലെ പുലർച്ചെ 5 മണി അല്ലെങ്കിൽ 5:30 അല്ലെങ്കിൽ 5:15 ആകുമ്പോൾ ഓല അവിടെ ഇറങ്ങും ഇൻഷാ അല്ലാഹ്. അത് കഴിഞ്ഞിട്ട് പിന്നെ 1 മാസം 1.5 മാസം കഴിഞ്ഞിട്ട് നമുക്കൊരു കല്യാണം ഉണ്ട് അവിടെ. അല്ലാ, അപ്പോൾ ശരിയിട്ടില്ലേ. ഇനി പിന്നെ ബാക്കി പിന്നെ അൽഹംദുലില്ലാ നാളെ വേറെ കുഴപ്പമൊന്നുമില്ലെങ്കിൽ നാളെ വീഡിയോസ് ഇടാം. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. പുതിയ ചാനലാണ്. അപ്പോൾ എൻ്റെ കുട്ടികൾ ഉമ്മയും മക്കളും പുതിയ ചാനലാണ്. തൊമ്മനും മക്കളും ആക്കാൻ പറയുന്നത് എൻ്റെ അസങ്കാക്ക. എനിക്കത് ഇഷ്ടമല്ല. തൊമ്മനും മക്കളും അല്ല, ഉമ്മയും മക്കളുമാണ് എനിക്കിഷ്ടം. ഇപ്പോൾ ഉള്ളത് ഉമ്മയും മക്കളുമായിട്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഖദീജ കബീറിനെ മാറ്റിയിട്ട് ഇപ്പോൾ ഉമ്മയും മക്കളും ആക്കാൻ പോവുകയാണ് ഞങ്ങൾ. അപ്പോൾ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇതിലും അങ്ങനെ മതി അല്ലേ. കാക്ക എപ്പോഴെങ്കിലും വിരുന്ന് വരുമ്പോൾ പറയണേ നമുക്ക് കേൾക്കാൻ പറ്റുമോ മക്കളെ? നിങ്ങളല്ലേ ഇപ്പോൾ നമ്മളെ കൂടപ്പറപ്പുകൾ, നമ്മളെ കുട്ടികൾ കൂടെ നിൽക്കണത്. ദിവസം 3 നേരം ഡോക്ടർ പറഞ്ഞ മാതിരി 1 വീതം 3 നേരം എന്ന് പറയണ മാതിരി നിങ്ങൾ എൻ്റെ ഒപ്പം ഉണ്ടാവും. ആയിക്കോട്ടെ എന്നാട്ടാ. അത് തന്നെ പറഞ്ഞത്. രാവിലെ ആഹാരത്തിന് മുമ്പ് ഒന്ന്, അല്ല ആഹാരം കഴിച്ച ഉടനെ ഒന്ന്, ആഹാരം കഴിച്ച ഉടനെ ഒന്ന്, പിന്നെ അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ആഹാരത്തിന് ശേഷം ഒന്ന്, പിന്നെ വൈകുന്നേരം ആഹാര ശേഷം ഒന്ന്. അങ്ങനെ ഇപ്പോൾ നമ്മൾ ഇട്ടുകൊണ്ടിരിക്കണം. നിങ്ങൾ എന്നിട്ടും പുറം കാണാതെ വന്നില്ല. ചൂടുവെള്ളം ഇതുകൊണ്ട് അല്ലാ കുറച്ചുപോലെ തുറന്നാൽ അത് വേഗം വീഴ്ത്താം. മറ്റേത് തിരിച്ച് നോക്കണം. ആയിക്കോട്ടെ മക്കളെ, എന്നാൽ അസ്സലാമു അലൈക്കും.